Ready? Happy birthday, Appa. മേഘമഞ്ഞും മൂടി കുന്നും പൊയ്കയും പാൽനിലാവിൻ ശൈലയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും നോവുമാ താനേ വീണുറങ്ങൂ തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നുമീ രാവിൻ മീനാവിൽ. ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖാരിക്കാന്ന് വിശ്വസിക്കുന്നു. മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി കാണുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് രാത്രി കരയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഹോളിഡേയിലാണ് താമസിച്ചത്. അവിടുന്ന് രാവിലെ എല്ലാം പാക്കപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിക്കാം. ഞാൻ പണ്ടൊരു ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യാനാണല്ലോ, ബ്ലാക്ക് ഫുഡ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു. ഈ ഹോളിഡേ ഇന്നും നല്ലതാണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉള്ള ഹോട്ടലും നല്ല അക്കോമഡേഷനും അതാണ് നോക്കണത്. ടർക്കി സോസേജ് ഉണ്ട്, എഗ് ഉണ്ട്, പാൻ കേക്കിൻ്റെ മെഷീൻ അവിടെ കേടായിരുന്നു, പക്ഷേ നല്ല പാൻ കേക്കാണെന്ന് ഞാൻ റിവ്യൂലൊക്കെ വായിച്ചു. കാപ്പി, ചായ, റെഗുലർ നോർമൽ കനേഡിയൻ ബ്രേക്ക്ഫാസ്റ്റുകൾ പിള്ളേർ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ മൗണ്ടനിലോട്ട് പോവാണ് കേട്ടോ. അപ്പം റോക്കി മൗണ്ടൻ ആണ് നമ്മുടെ ഇവിടെയുള്ള മൗണ്ടൻ്റെ ആ ഒരു നിരക്ക് പറയുന്നത്. ഞാൻ ജീൻസും തണുപ്പായിരിക്കും എന്ന് വിചാരിച്ച് ജീൻസും ഒരു ജീൻസിൻ്റെ ടോപ്പും ഒക്കെ ഇട്ടിട്ടാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചുള്ളൂ, ഈ ഒരു സമ്മറിൽ എനിക്ക് ജീൻസിൻ്റെ കളറും വൈറ്റും അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് റോക്കി മൗണ്ടൻ്റെ ഫുഡ് ഹിൽസ് ആണിത്. ബാൻഫ് എന്ന് പറയും. കാൽഗറിയൻസിന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇറ്റ്സ് ലൈക്ക് വെരി ക്ലോസ് ടു കാൽഗറി. ഞങ്ങൾ വാട്ടർ ടണിൽ പോകുന്ന പോലെ കാൽഗരിക്കാർ പോകുന്നതായിരിക്കും. പക്ഷേ ബാൻഫ് എന്ന് പറഞ്ഞാൽ കാനഡയുടെ ഒരു സ്വിറ്റ്സർലൻഡ് എന്നാണ് കേട്ടോ പറയാം. ഇത് നമ്മളധികം ഒരു 1 ഡേ ട്രിപ്പായിട്ടാണ് വന്നത്. ജസ്റ്റ് വന്നു, ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നത്. നമുക്ക് എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഇവിടുത്തെ ബാൻഫിൻ്റെ ഗണ്ടോള എന്നാണ് പറയുന്നത് തോന്നുന്നു, കുറച്ച് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. കുറച്ച് പ്രയാസം എനിക്കത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കാസ്കേഡ് മൗണ്ടൻ്റെ താഴെയുള്ള കാസ്കേഡ് പോൺസ് ആണ്. കുറേ കുഞ്ഞ് പോണ്ടുകൾ, ലേക്ക് ആണ് അതിൻ്റെ എൻഡിൽ, പക്ഷേ ചെറിയ ചെറിയ പോണ്ടുകളും ബ്രിഡ്ജൊക്കെ ചെയ്തിട്ട് ഹൈക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ നടക്കാനും ബൈക്ക് ചെയ്യാനും. അപ്പോൾ ബാൻഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈക്കിംഗ്, ബൈക്കിംഗ്, പാഡലിംഗ്, കനോയിങ്, കയാക്കിംഗ്, അങ്ങനെ ഇഷ്ടം പോലെ അഡ്വഞ്ചറസ് സ്പോർട്സും ചെയ്യാം. എന്നാൽ നമ്മളെപ്പോലെ ഇങ്ങനെ ലോ കീ ആയിട്ട് വെള്ളം നല്ല തണുപ്പാട്ടോ. മൗണ്ടൻ വാട്ടർ ആയതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പാണ്. പക്ഷേ വി സോ ലക്കി. ഹീറ്റ് വേവ് ആയിരുന്നു നമ്മുടെ കാൽഗറിയിലൊക്കെ ഈ ദിവസം. അപ്പോൾ ബാൻഫിൽ അതുകൊണ്ട് തണുപ്പുണ്ടായില്ല. സോ ഇറ്റ് വാസ് സോ ഫൺ. നമ്മൾ എന്താ പറയുക, എർത്തിങ് എന്ന് പറയത്തില്ലേ, ഇപ്പം നേച്ചറിൽ ശരിക്കും ടച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പമായിരുന്നു, അപ്പോൾ ചെരുപ്പിട്ട് നടക്ക്, ചെളിയിൽ കളിക്കരുത്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യരുത്, അസുഖം വരും എന്നൊക്കെ ഉള്ള ഒരിത് ഉണ്ടായിരുന്നു കുറച്ച്. എന്നാലും നമ്മൾ പണ്ട് കഞ്ഞിയും കറിയും അങ്ങനത്തെ കളിയൊക്കെ കളിക്കില്ലേ, മണ്ണിൽ ടച്ച് ചെയ്തിട്ട്. എൻ്റെ പിള്ളേർക്കൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് നമുക്ക് മിക്കവാറും തോന്നുന്നത്, ഈ ലൈഫിൻ്റെ ഒരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു എർത്തിങ്, മണ്ണിലും നേച്ചറിലും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു തോന്നാറുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും പറയായിരുന്നു, 2-3 ദിവസം നമ്മൾ കംപ്ലീറ്റ് നേച്ചറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അഡൽട്ട്സായ നമുക്ക് പോലും ഭയങ്കര ഒരു കംഫർട്ട് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് തളർന്ന് മടുത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കിടക്കുക. ആളുകൾ വന്ന് ഇവിടെ ഫയർ ബാൻ ഉള്ളതുകൊണ്ട് അധികം കുക്കിംഗ് ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ എന്നാലും ആളുകൾ ഇവിടെ ചെറുതായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് പിക്നിക്കൊക്കെ അടിക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഡൗൺ വഴിയൊക്കെ പോയിട്ട് നമ്മൾ ഈ ഗോണ്ടാല എന്ന് പറഞ്ഞാൽ നമ്മൾ റോപ്പ് പോലെ ഒരു മൗണ്ടനിൽ നിന്ന് അടുത്ത മൗണ്ടനിലേക്ക് പോകുന്നതാണ്. അയച്ചുൻ്റെ ഫസ്റ്റ് ബസ് ഡ്രൈവാണ് ഇൻ ഹിസ് ലൈഫ് എവർ. എനിക്ക് നല്ല പേടിയായിരുന്നു അവൻ എങ്ങനെ ബസ്സിൽ എക്സൈറ്റഡ് ആകുമോ എന്നൊക്കെ. പക്ഷേ ഭയങ്കരമായിട്ടും പുള്ളി അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ പറയാം. കാനഡയിലുള്ളവരാണെങ്കിൽ ബാൻഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഞാൻ എന്താ പറയുക, സ്വിറ്റ്സർലൻഡ് അങ്ങനെ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഇത്രയും നമ്മുടെ മൂക്കിന് താഴെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
മൗണ്ടൻ വ്യൂ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും ഫ്ലൈറ്റ് എടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ലാന്ന്. കാനഡയിൽ എവിടെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ യു എസിലുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന വേർത്ത് കമ്മിങ്. നമ്മൾ കുറച്ച് പ്രൈസി ആണ് അവിടുത്തെ സ്റ്റേയും ഇങ്ങനത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, എന്നാലും ഒരു വലിയ ഫാമിലിക്കാവുമ്പോൾ. പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാർബക്സ് അങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ സിറ്റി ബസ്സിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. കാറിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ വേണ്ടി പ്രയാസമുണ്ട്. നമ്മൾ കാറ് വേറൊരു സ്ഥലത്ത് ഇട്ടിട്ട് ഒരു 5-6 കിലോമീറ്റർ ടൗണിനകത്തൂടെ സിറ്റി ബസ്സിൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഗോണ്ടോള. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയുണ്ട് ഹൈറ്റ്. നല്ല ഒരു 2000 ശിഷ്ടം അടി മേളിലാണിത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ റോപ്പ് കൂടെ ഈ മൗണ്ടനിൽ നിന്ന് ആ മൗണ്ടനിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ ഈ ഒരു സൾഫർ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടനിലാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ മല നിരക്കുകൾ കാണാം, പിന്നെ ടൗൺ കാണാം. ബോവാലി റിവറാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോവാലി റിവറാണ് നമുക്ക് കാൽഗരിയിലും അവിടെയൊക്കെ ഉള്ള റിവർ. അതിൻ്റെ ആ ഒരു മൗണ്ടൻ വ്യൂ ആണ് ആ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും എന്താ പറയുക, നല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റിസ് ട്രാവൽ വ്ളോഗിൽ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഒന്നാമത് നമുക്ക് ട്രാവൽ വ്ളോഗ് ഒന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അതിനിടയ്ക്ക് മഴ പെയ്തു, സൂപ്പർ മഴയായിരുന്നു. മേളിൽ നമ്മൾ ഇവിടുന്ന് ഈ ഗോണ്ടോലയിൽ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒരു ദൂരെ കുറച്ച് നേരം നടന്ന് വേറൊരു മലയിൽ പോയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളും സുമയും രണ്ട് ഗോണ്ടോലയിലാണ് കയറിയത്. അപ്പം നമുക്ക് കാണാൻ വേണ്ടി, അപ്പോൾ അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെയും കാണാം വരുന്നത്. അങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റില്ല. മാക്സിമം 5 ആൾക്കാർക്കാണെന്ന് ഒരെണ്ണത്തിൽ കയറാൻ പറ്റുക. പക്ഷേ ഇതൊരു ഭയങ്കര പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിനകത്ത് പോകുന്നത്. കാരണം പിള്ളേരുടെ ഫസ്റ്റ് ടൈമാണ് ഈ ഹൈറ്റിലോ അല്ലെ ഇങ്ങനെ ഒരിത്തിരി നമ്മളെപ്പോഴും ഒരു സേഫ് സ്ഥലങ്ങളിലൊക്കെയാണ് കൊണ്ടുപോയി. ഇത് സേഫ് അല്ല എന്നല്ല പറയണേ, ഇങ്ങനെ ഒരു ഹൈറ്റിൽ കുറച്ച് അഡ്വഞ്ചറസ് ഫീലിംഗ് ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട്. എനിക്കും തോമസിനും അയ്യോ പിള്ളേർക്ക് അങ്ങനെ ആവും എന്നൊക്കെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് നമ്മളെക്കാളിലും ധൈര്യം ഉണ്ടെന്ന് ഇങ്ങനെ പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ബാൻഫിൽ പോകുന്നവർ സ്ഥിരമായിട്ട് പിക്നിക് അടിച്ച് പോകുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ കാൽഗേരിയൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആവില്ല. അതല്ലാത്തവർ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോവേണ്ട ഒരു സ്ഥലമാണ്. ഒരു റൈഡാണ് കേട്ടോ ഈ ഒരു റോപ്പിലുള്ള ഒരു റൈഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും എനിക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്ന് നമ്മുടെ ചാനലിൽ. കാരണം എനിക്ക് പിള്ളേരുടെ ചില ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പം അവരുടെ ആ ഒരു ചെറിയ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്തു വേഴ്സസ് വലിയ കുട്ടികളാകുമ്പം അവർ കുറച്ചും കൂടെ എക്സ്പ്ലോറേറ്റീവ് ആവുമല്ലോ. അതൊക്കെ നമുക്ക് തന്നെ കാണാൻ, പുറകോട്ട് പോയി കാണാനൊക്കെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചു. ഒത്തിരി ടയറിങ് ഉണ്ട്. ആക്ച്വലി 2-3 ദിവസത്തേക്ക് പോകണം കേട്ടോ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് പോവുകയാണെങ്കിൽ. നമ്മൾ പക്ഷേ ഇന്ന് തിരിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം ലേക്ക് ലൂയിസും ലേക്ക് മൊറൈനൊക്കെ കാണാൻ വേണ്ടി പിന്നീട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ദാ ഓൺ ദ വേ ബാക്ക് ഹോമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ ലൈക്ക് ചെയ്യുക. ബാൻഫിൽ പോയിട്ടുള്ളവർ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള വ്യൂസ് എവിടെയാണ്, പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റിയ കൂടുതൽ ട്രാവൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഇതുവരെ അവിടെ പോയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞങ്ങൾക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്ത് വാട്ടർടൺ എന്ന് പറഞ്ഞ വേറൊരു മൗണ്ടൻ വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പോയി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനി ഇടയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ, ബാൻഫിൻ്റെ വേറെ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഈ സമ്മറിൽ തന്നെ. അപ്പം നിങ്ങൾ കാൽഗേരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് താഴെ കമൻറ്റിൽ പറയാം നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് എവിടെയാണ്, സേഫായിട്ട് കുട്ടികളെയും കണ്ടൊക്കെ നമുക്ക് 1 ഡേ ട്രിപ്പ് അടിച്ച് പോകാനായിട്ട്, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോസ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാണ്. എഡിറ്റൊന്നും ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.